അസ്സലാമു എല്ലാവർക്കും ജാസ്മിസ് ഹോം വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പരിപ്പ് വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കറി വെക്കുന്ന പരിപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒട്ടും ഇല്ലാതെ എടുത്തു വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണിത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു പരിപ്പ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. അതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്നും നമ്മളിത് അടിച്ചെടുക്കാൻ പാടില്ല. ചെറിയ തരിതരിയായിട്ട് നമുക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യണം. ആ ഒരു രീതിയിൽ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൽ ചെറിയ പീസായിട്ട് അതേപോലെ ചെറിയ തരികളൊക്കെ ആയിട്ട് ഈ ഒരു പരിപ്പ് കാണാൻ പറ്റണം. ആ ഒരു പാകത്തിന് വേണം നമ്മൾ തരിച്ചെടുക്കാനായിട്ട്. അല്ലാതെ നല്ല പേസ്റ്റായിട്ടൊക്കെ നമ്മൾ അരിച്ചെടുത്താൽ ഈ ഒരു പരിപ്പ് വടക്ക് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ബാക്കി കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ പരിപ്പും ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ പരിപ്പ് വട മേടിക്കുന്ന സമയത്ത് അതിൽ ഇഞ്ചിയുടെയും അതേപോലെ കറിവേപ്പിലയുടെയൊക്കെ ആ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുത്താലും നല്ലത് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു പീസ് വെളുത്തുള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ബാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡോ മാത്രം ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്. ഇതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് നോക്കിയാൽ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ചെറിയ പീസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പരിപ്പിലേക്ക് ഈ ഒരു മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിരുന്ന പച്ചമുളകിന് ഒട്ടും എരിവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ഈ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിൽ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ പരിപ്പ് വടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പിടി മിക്സ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഉള്ളം കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലാതെ വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പരിപ്പ് വടയുടെ സെൻറ്റർ ഭാഗം അത്യാവശ്യം കട്ടിയിലും അതേപോലെ സൈഡ് ഭാഗം കട്ടിയില്ലാത്ത രീതിയിലും കിട്ടും. ഞാനിവിടെ മീഡിയം സൈസിലുള്ള പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ കുറച്ചധികം തന്നെ മിക്സ് എടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഒരുപാട് കട്ടിയിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള മിക്സ് കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. പരിപ്പ് വട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ പീസ് പരിപ്പ് വട കൂടെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. വെച്ച് കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്കിതൊന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ പരിപ്പ് വട നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തോട്ടെടുക്കാം.
ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക്